മല്ലപ്പള്ളി തിരുമാലട മഹാശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലി നാളെ, അതായത് 24/7/2025 വ്യാഴാഴ്ച അതിരാവിലെ 4 മണി മുതൽ ആരംഭിക്കുകയാണ്. ഇതിനായി ഭക്തജനങ്ങൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ ക്ഷേത്രസന്നിധിയിൽ ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട്. ആലുവ ശിവക്ഷേത്രം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ബലിതർപ്പണം ചെയ്യുന്ന ഒരു സന്നിധിയാണ് തിരുമാലിട. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുന്നു. ഓം നമ ശിവായ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമാനമായിട്ട് നദിക്കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള കേരളത്തിലെ ഏക സ്വയംഭൂ ശിവക്ഷേത്രമാണ് തിരുമാലിട മഹാദേവ ക്ഷേത്രം. കർക്കിടകത്തിലെ അമാവാസി ദിനത്തിൽ ഹിന്ദു സമൂഹം ആചരിക്കുന്ന ഒരു ആചാരമാണ് കർക്കിടക വാവുബലി. മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികരെ ഓർക്കുന്നതിനു വേണ്ടി, അവരെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഒരു പുണ്യ കർമ്മമാണ് കർക്കിടക വാവുബലി. 1000 കണക്കിന് ഭക്തജനങ്ങളാണ് തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി സമയത്ത് എത്തുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമാനമായി കുടികൊള്ളുന്ന ഈ തിരുമാലിടേശന്റെ തിരുസന്നിധിയിലെത്തി പ്രത്യേകം തയ്യാറാക്കിയ ബലിപ്പുരയിൽ ബലി കർമ്മങ്ങൾ നടത്തി പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സായുജ്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ പുണ്യ സങ്കേതത്തിൽ എത്തി കർക്കിടക വാവുബലിയിൽ പങ്കെടുക്കുന്നത്. ഭക്തരുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചു വരുന്നു. ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് ഗവൺമെന്റ് സർവീസുകൾ, ആരോഗ്യവകുപ്പ്, സന്നദ്ധ സംഘടനകൾ, ഇവരുടെയൊക്കെ സേവനം ഈ ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമാനമായിട്ട് പടിഞ്ഞാട്ട് ഒഴുകുന്ന മണിമലയാറിന്റെ തീരത്ത് ഉള്ള ഈ പുണ്യ സങ്കേതത്തില് ബലിതർപ്പണത്തിനായിട്ട് എല്ലാ ഭക്തജനങ്ങളും നാളെ എത്തണം. ഇവിടെ എത്തി ഭഗവാന്റെ കടാക്ഷം ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് സ്വഗ്രഹത്തിലേക്ക് മടങ്ങാവുന്നതുമാണ്. ഓം നമഃ ശിവായ.